What a great thing for the church to be praying together. ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് സഭയ്ക്ക് എത്രമാത്രം വലിയൊരു അനുഗ്രഹമാകും. We are the glorious church. നാം ആകുന്നു തേജസ്സുള്ള ദൈവസഭ. We've been hearing about that the last few weeks. കഴിഞ്ഞ ആഴ്ചകളായിട്ട് നാം ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. I know maybe we don't feel very glorious. എനിക്ക് അറിയാം ചിലപ്പോൾ നമുക്ക് ഒത്തിരി തേജസ്സുള്ളത് പോലെ തോന്നുന്നുണ്ടാകുകയും. We don't see many glorious things around us. നമുക്ക് ചുറ്റും തേജസ്സുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നാം കാണുന്നുണ്ടാകുകയില്ല. We see ordinary people trying to love Jesus and love one another. നാം ചിലപ്പോൾ കാണുന്നത് സാധാരണ വ്യക്തികൾ അന്യോന്യം സ്നേഹിക്കുവാനും യേശുവിനെ സ്നേഹിക്കുവാനും ശ്രമിക്കുന്നതായിരിക്കും. Trying to live together in fellowship and serving the Lord together. ഒന്നിച്ച് ജീവിപ്പാനും അന്യോന്യം കൂട്ടായ്മയിലായിരിക്കാനും ദൈവത്തെ ശുശ്രൂഷിപ്പാൻ ശ്രമിക്കുന്നതുമായിരിക്കും. We see a lot of mistakes and failures and faults. പലവിധമായിട്ടുള്ള തെറ്റുകളും അതോടൊപ്പം തന്നെ കുറവുകളും എല്ലാം നമുക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളും എല്ലാം ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. And we may think this cannot be the glorious church that Paul is talking about. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായിട്ടുള്ള ദൈവ തേജസ്സുള്ള സഭ ഇതെന്തായാലും അല്ല എന്നായിരിക്കാം ചിലപ്പോൾ നാം ചിന്തിക്കുന്നത്. Maybe we will get there someday, but is the church, I'm not talking about just our church, but the churches around the world, when we look at the things happening, we may think, how can this be glorious? നാം ഒരുപക്ഷെ ഒരു സമയത്ത് അവിടെ എത്തുമായിരിക്കാം. എന്നാൽ ലോകമെമ്പാടും നമ്മളെ സഭകളെ നോക്കുമ്പോൾ നാം ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇതാണോ ദൈവത്തിന്റെ തേജസ്സുള്ള സഭ? But this is the same mystery that overwhelmed Paul. എന്നാൽ ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലനെ ആശ്ചര്യപ്പെടുത്തിയതായിട്ടുള്ള രഹസ്യം. Because he understood the power and potential of the church. സഭയുടേതായിട്ടുള്ള ശക്തി എന്തെന്ന് സാധ്യത എന്തെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി മനസ്സിലാക്കി. But practically when he got down to seeing the real church and how the church was, there's a difference between what it's supposed to be and what it is. എന്നാൽ പ്രായോഗികമായി സഭ എന്തെന്ന് മനസ്സിലാക്കിയപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നില്ല മനസ്സിലാക്കിയപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെ ആയിരിക്കണമോ അത് തമ്മിൽ വലിയ വ്യത്യാസമുള്ളത് താൻ മനസ്സിലാക്കി. So he lived trying to prepare this glorious church to be the bride of Jesus. ഈ യേശുക്രിസ്തുവിനെ മണവാട്ടിയാകുവാൻ തക്കവണ്ണം തേജസ്സുള്ള ഈ സഭയെ ഒരുക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. He said he was travailing till the church was ready. സഭ ഒരുക്കത്തോടെ ആയിരിക്കുന്നവരെയും താൻ കഷ്ടപ്പെട്ടു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. And many of his epistles, or I should say all of his epistles, are written to bring the church closer to the glory. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സഭയെ തേജസ്സിലേക്ക് അടുപ്പിക്കുവാനാകും. And one of those epistles in which I want to focus on today is 1 Corinthians. ഒന്ന് കൊരിന്ത്യർക്കുള്ള ആ ലേഖനമാകുന്നു ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഇന്ന് ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നു. We're just going to look at 2 chapters of that book. ആ ലേഖനത്തിന്റെ 2 അധ്യായങ്ങൾ മാത്രം നാം ശ്രദ്ധിക്കാൻ പോകുന്നു. To give a small background, Corinth was a city of Greece. അതിന്റെ ചുരുക്കത്തിലുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ഗ്രീസിലെ ഒരു പട്ടണമായിരുന്നു കൊരിന്ത്. It was a major city. അതൊരു പ്രധാന പട്ടണമായിരുന്നു. Not the capital, which was Athens, but a big city. അത് തലസ്ഥാനമായിരുന്നില്ല, അഥേനയായിരുന്നു തലസ്ഥാനം. എന്നാൽ ഇതൊരു പ്രധാന പട്ടണമായിരുന്നു കൊരിന്ത്. They were very high on Greek wisdom and philosophy. അവർ യവന ജ്ഞാനത്തിലും തത്വശാസ്ത്രത്തിലും വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളായിരുന്നു. They also had 12 major temples to Greek gods. യവന ദേവന്മാർക്കും ദൈവങ്ങൾക്കും അവർക്ക് പ്രധാനമായിട്ടുള്ള 12 ആലയങ്ങൾ ഉണ്ടായിരുന്നു. Including the temple of the goddess Aphrodite, which caused immorality to be very rampant in the city of Corinth. അഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ദേവി, ആ ദേവിയുടേതായിട്ടുള്ള ആ ആലയം എന്ന് പറയുന്നത് ആ പട്ടണത്തിൽ ഉടനീളം അവിടെ അധർമ്മം പെരുകുവാനായിട്ട് കാരണമായിരിക്കുന്ന ഒരു അല്ലെങ്കിൽ അനുവദിച്ചതായിട്ടുള്ള ഒരു ആലയമായിരുന്നു. In the middle of such a city, Paul established a glorious church. അതുപോലെയുള്ള ഒരു പട്ടണത്തിന്റെ മധ്യേ പൗലോസ് അപ്പോസ്തലൻ തേജസ്സുള്ള സഭയെ സ്ഥാപിക്കുകയാണ്. He stayed there for a while and he taught them and he built them up. താൻ അവിടെ അല്പകാലം താമസിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അവിടെ അവരെ ഉപദേശിക്കുകയാണ്. Then he had to leave to go back to Jerusalem for a trip. അതിനുശേഷം ഒരു യാത്രയ്ക്കായിട്ട് യെരുശലേമിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടതായി വന്നു. And within a short while he started hearing disturbing reports coming from Corinth. അല്പകാലങ്ങൾക്കുള്ളിൽ തന്നെ കൊരിന്തിൽ നിന്ന് അത്ര രസമല്ലാത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ താൻ കേൾക്കുവാൻ തുടങ്ങി. So he writes down the letter of 1 Corinthians as a response to that. ആ പ്രശ്നങ്ങൾക്ക്, ആ കേട്ടതായിട്ടുള്ള വാർത്തകൾക്ക് പ്രതികരണമായിട്ട് അദ്ദേഹം 1 കൊരിന്ത്യരുടേതായിട്ടുള്ള ലേഖനം എഴുതുകയാണ്. What were some of the things he heard? താൻ കേട്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തായിരുന്നു? He heard that there were divisions among them. ആ സഭയിൽ ഭിന്നതയുണ്ട് എന്ന് കേൾക്കുവാൻ തുടങ്ങി.
it said that the house of Chloe had informed Paul that there were divisions among them. ക്ലോയുടേതായിട്ടുള്ള ഭവനം അവിടെ അറിയിക്കുകയുണ്ടായി പൗലോസ് അപ്പോസ്തലനെ ആ ദൈവത്തിന്റെ ആലയത്തിൽ ഭിന്നതയുണ്ട് എന്നുള്ളത്. I sometimes wonder when they read the letter to Corinth out, would people have been upset with the house of Chloe for going and telling Paul everything that was wrong in the church? ഞാൻ ചിന്തിക്കുകയായിരുന്നു അപ്പോസ്തലനായ പൗലോസിൻ്റെതായിട്ടുള്ള ആ ലേഖനം വായിച്ചപ്പോൾ അവർ ക്ലോയുടെ ഭവനത്തെ സംബന്ധിച്ച് അവർക്ക് അല്പം നീരസം തോന്നുകയും എല്ലാം പൗലോസ് അപ്പോസ്തലനോട് പോയി പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. Because he specifically writes the name of the person who told me that there is division among you. സഭയിൽ ഭിന്നതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മധ്യേ ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞതായിട്ടുള്ള ആ വ്യക്തിയുടെ പേര് വ്യക്തമായി അദ്ദേഹം എഴുതുകയാണ്. But there were other things that Chloe didn't have to tell him. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ക്ലോയ്ക്ക് പറയേണ്ടതായി വന്നില്ല. Later on in Corinthians it is said, it is reported commonly among you that there is fornication. അതിനുശേഷം അദ്ദേഹം പറയുകയാകുന്നു പൊതുവായിട്ട് ഇപ്രകാരം ഒരു സംസാരമുണ്ട്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ട് എന്നുള്ളത്. So Chloe didn't bring that to him. It was commonly known that the church of Corinth had അത് fornication. തന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന ക്ലോയി അല്ല, എന്നാൽ ആ സഭയിൽ തന്നെ പൊതുവായിട്ടുള്ള സംസാരം അങ്ങനെ ഉണ്ടാകുവാൻ തുടങ്ങി. There was all kinds of confusion and disorder in the church services. സഭയുടേതായിട്ടുള്ള ആ സർവീസുകളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള കലക്കത്തിന്റെയും ഒരു ക്രമമില്ലായ്മയും എല്ലാം അനുഭവപ്പെടുവാൻ തുടങ്ങി. Apostle Paul had to give a response. അപ്പോസ്തലനായ പൗലോസിന് അതിന് ഒരു പ്രതികരണം അറിയിക്കേണ്ടതായി വന്നു. And that's when he writes this long letter. ആ സമയത്താണ് അദ്ദേഹം ഈ വളരെ ദൈർഘ്യമുള്ളതായിട്ടുള്ള ഈ ലേഖനം എഴുതുന്നത്. But if you read the first few verses, you don't feel any of the pain with which he's writing from. എന്നാൽ ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം എഴുതുന്നതായിട്ടുള്ള ഏത് വേദനയിൽ നിന്നുകൊണ്ടാണോ എഴുതുന്നത് അതൊന്നും തോന്നുകയില്ല. Many of us, if we are writing to our disobedient children to rebuke them, we may start the first word of itself is, I'm hearing so many things about you. നാം പലപ്പോഴും അനുസരണക്കേട് കാണിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും ഒരു കത്ത് എഴുതുകയാണെങ്കിൽ ആദ്യ വരികളിൽ തന്നെ നാം പലപ്പോഴും എഴുതും, അതായത് നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. But listen, look how Paul begins to address the Corinthian church. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എപ്രകാരമാകുന്നു കൊരിന്ത സഭയെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചാട്ടെ. Paul, called to be an apostle of Jesus Christ through the will of God, and Sosthenes our brother. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്. To the church of God which is in Corinth. കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്. To them that are sanctified in Christ Jesus. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. Called to be saints. യേശുക്രിസ്തുവിന്റെ വിശുദ്ധരായി വിളിക്കപ്പെട്ടവർ. With all whom in every place call upon the name of Jesus Christ our Lord, both theirs and ours. അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധരന്മാരുമായവർക്ക് തന്നെ. Because Paul can see that this is the church of God. പൗലോസ് അപ്പോസ്തലന് കാണുവാൻ കഴിയുന്നു, ഇതാകുന്നു ദൈവസഭ. This is the glorious church. ഇതാകുന്നു തേജസ്സുള്ള ദൈവസഭ. Yes, there are lots of things wrong in it. പ്രശ്നങ്ങളുള്ള പല കാര്യങ്ങളുണ്ട്. But these are the ones sanctified by Christ Jesus. എന്നാൽ യേശുക്രിസ്തുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകുന്നു. Called to be saints. യേശുക്രിസ്തുവിന്റെ വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവർ. Not just Corinth, but together with everyone who in every place calls on the Lord Jesus. കൊരിന്തിൽ മാത്രമല്ല, എന്നാൽ എവിടെയും യേശുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവർ. In the next few verses he says, I thank God on your behalf for the grace of God which is given you by Jesus Christ, that in everything, this verse 4 and verse 5, in everything you are enriched by him in all utterance and in all knowledge. നാലാമത്തെയും അഞ്ചാമത്തെയും വാക്യങ്ങൾ എങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. He starts by telling them what all he believes in them. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് അവരിൽ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് And പറഞ്ഞുകൊണ്ടാണ്. how grateful he is for that church. അതിനെക്കുറിച്ച് ആ സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എത്രത്തോളം നന്ദിയുള്ളവനാകുന്നു എന്നുള്ളതിനെ How കുറിച്ച്. grateful he is for the gifts operating in the church. ആ സഭയിൽ ദൈവത്തിൻ്റെതായുള്ള വരങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നത് എത്ര സന്തോഷമാകുന്നു And he എന്നുള്ളത്. says in verses 8, the Lord Jesus, who will also confirm you unto the end, that you may be blameless in the day of our Lord Jesus Christ. എട്ടാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇതും പറയും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. God is faithful, ദൈവം വിശ്വസ്തനാകും. by whom you were called to the fellowship of his Son,
Jesus Christ our Lord. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. I know everything is not in great order right now in the church at Corinth. എനിക്ക് അറിയാം ഇപ്പോൾ അതായത് കൊരിന്തിലുള്ള സഭയിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള നല്ല ക്രമത്തിലൊന്നുമല്ല. But I know that God is faithful. എന്നാൽ എനിക്കറിയാം ദൈവം വിശ്വസ്തൻ. I know he will keep you blameless for the day of the Lord Jesus. യേശുക്രിസ്തുവിന്റെ നാൾ വരുമ്പോഴേയും നിങ്ങളെ കുറ്റമില്ലാത്തവരായി കർത്താവ് നിർത്തും. And this I believe is the state of every single church in the world. ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിലുള്ള ഏതൊരു സഭയുടെയും അവസ്ഥ ഇത് തന്നെയാകും. And we have to learn to see like Paul. പൗലോസ് അപ്പോസ്തലൻ കണ്ടതുപോലെ നാമും കാണാൻ പഠിക്കേണ്ടതാകും. Because we will see and hear of so many things going wrong. കാരണം ഒരുപാട് കാര്യങ്ങൾ തെറ്റായിട്ടിരിക്കുന്നു എന്നുള്ളത് നാം കേൾക്കും. But we must remember this is the glorious church. എന്നാൽ നാം ഓർക്കണം ദൈവത്തിന്റെ തേജസ്സുള്ള സഭ ഇതാകും. And God is faithful. ദൈവം വിശ്വസ്തനാകും. God will present his church blameless on that day. ദൈവം ആ ദിവസം ദൈവത്തിൻ്റെതായിട്ടുള്ള സഭയെ കുറ്റമില്ലാത്തവളായി അല്ലെങ്കിൽ തേജസ്സുള്ളവളായി തീർച്ചയായിട്ടും പ്രസന്റ് ചെയ്യും. So we never lose hope in the church. അതുകൊണ്ട് സഭയിൽ നാം ഒരിക്കലും വിശ്വസിക്കുന്നത് നിർത്തരുത്. We never stop believing in the church of Jesus. സഭയിൽ നാം ആശ വെക്കുന്നത് യേശുക്രിസ്തുവിന്റെ സഭയിൽ ആശ വെക്കുന്നത് ഒരിക്കലും നിർത്തരുത്. Because Jesus is her Lord. കാരണം യേശുക്രിസ്തു ആകുന്നു സഭയുടേതായിട്ടുള്ള യജമാനൻ. And he is faithful. യേശുക്രിസ്തു വിശ്വസ്തനാകുന്നു. Then Paul comes to begin to address the divisions among them. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ അവരുടെ ഇടയിലുള്ള ഭിന്നതയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാണ്. And verse 10 he says, "Now I beseech you, brethren, by the name of the Lord Jesus Christ, that you all speak the same thing, that there be no division among you, but that you be perfectly joined together in the same mind and the same judgment." 10th വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. So he's pleading with them, church, I want you to stand as one. അദ്ദേഹം സഭയോട് പ്രബോധിപ്പിക്കുകയാകുന്നു, നിങ്ങൾ ഒന്നായി നിൽക്കണം എന്നുള്ളത്. I want you all to agree. നിങ്ങൾ ഒന്നിച്ച് ഒരു കാര്യത്തിൽ യോജിക്കണമെന്നുള്ളത്. I want there to be no divisions among you. നിങ്ങളുടെ അകത്ത് ഭിന്നത ഉണ്ടാകരുത് ഞാൻ ആഗ്രഹിക്കുന്നു. I want you all to be in one mind and one judgment. നിങ്ങൾ ഒരു മനസ്സിലായിരിക്കുകയും ഒരു കാര്യത്തിൽ ഏകാഭിപ്രായത്തിൽ യോജിച്ചിരിക്കുകയും ചെയ്യണമെന്നുള്ളത്. The next verse says, "For it has been declared to me of you, my brethren, by them who are of the house of Chloe, that there are contentions among you." അടുത്ത വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. And then he goes on to say, "I'm telling you, some of you are saying, I belong to Paul, I belong to Apollos, I belong to Peter, and I belong to Christ." അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ. So what was the division among them? അപ്പോൾ ഈ ഭിന്നത എന്തായിരുന്നു? The divisions were because of who they preferred to follow. അവർ ആരെ പിന്തുടരുവാനായിട്ട് താല്പര്യപ്പെട്ടുവോ അതിനെ ചൊല്ലിയായിരുന്നു ഭിന്നത. The church had divided over who they wanted to, who they liked the most. സഭ ഭിന്നിച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആരെ അവർ അധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയായിരുന്നു. Let me give you context for this. അതിനൊരു പശ്ചാത്തലം ഞാൻ പറയട്ടെ. Acts 18. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം. Acts 18 is the chapter where Paul plants the church at Corinth. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം എന്ന് പറയുന്നത് കൊരിന്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭ സ്ഥാപിക്കുന്നതായുള്ള പശ്ചാത്തലമാണ്. Acts 18:1 it says Paul departed from Athens and came to Corinth. ആ അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു, അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. And there he found a couple, Aquila and Priscilla, and he connected with them. അവിടെ അക്വിലയും പ്രിസ്കില്ലയും കണ്ട് അവരുമായി പാർത്തു. And he lived there and he taught the church and he established the church in Corinth. അവിടെ പാർത്ത് വേല ചെയ്തു പോന്നു, അവിടെ സഭയെ ഉറപ്പിക്കുവാണ്. And verses 18 tells us that Paul after this tarried there yet a good while, and then took his leave of the brethren and sailed to Syria. അതിനുശേഷം പറയുന്നത്, പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെംക്രയിൽ വെച്ച് അതിനുശേഷം സുറിയയിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുകയാണ്. And he takes Aquila and Priscilla with him. തന്നോട് കൂടെ പ്രിസ്കില്ലയും അക്വിലയും എടുക്കുകയാണ്. And they come to a place called Ephesus. എഫെസോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ വരികയാണ്. Verses 19, he came to Ephesus, he left them there, but he himself entered into the synagogue and reasoned with the Jews. എഫെസോസിൽ 19-ാമത്തെ വാക്യം പറയുന്നു, എഫെസോസിലെത്തി അവരെ അവിടെ വിട്ട് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു.
So he, Aquila, Priscilla, all left Corinth, came to Ephesus, and in verses 21 we see he sails from Ephesus to Syria. He leaves Aquila and Priscilla at Ephesus. അക്വിലയും പ്രിസ്കില്ലയും എഫെസസിൽ നിർത്തിയിട്ട് പൗലോസ് അപ്പോസ്തലൻ സിറിയയിലേക്ക് പോവുകയാണ്. And in verses 24, a certain Jew named Apollos, born at Alexandria, an eloquent man and mighty in the scriptures, came to Ephesus. 24-ാമത്തെ വാക്യം പറയുന്നു, അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. So he was eloquent and mighty in the scriptures. അവൻ വാഗ്വൈഭവവും അതോടൊപ്പം തന്നെ തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ളവനായിരുന്നു. And he was instructed in the way of the Lord, and being fervent in spirit, he spoke and taught diligently the things of the Lord, knowing only the baptism of John. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. So we see this dynamic person called Apollos coming into the picture. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാണുവാൻ കഴിയുന്ന വളരെ സാമർഥ്യമുള്ള ഈ അപ്പല്ലോസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വരികയാണ്. Everyone who listens to Apollos is captivated by him. അപ്പല്ലോസിനെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും വളരെ ആകൃഷ്ടരായിരിക്കുകയാണ്. Not just could he speak so well, he knew the scriptures so well. തനിക്ക് സംസാരിക്കുവാനുള്ള കഴിവ് മാത്രമല്ല, തനിക്ക് തിരുവെഴുത്തുകളിൽ സാമർഥ്യം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. And he was passionate and bold. താൻ എരിവുള്ളവനായിരുന്നു, താൻ തീക്ഷ്ണതയുള്ളവനുമായിരുന്നു. The only thing was his knowledge was not full. ഒറ്റ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ അറിവ് പൂർണ്ണമായിരുന്നില്ല. So Aquila and Priscilla take him, they teach him the deeper things of the gospel. അതുകൊണ്ട് അക്വിലയും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ട് അവനെ ചേർത്ത് അധികമായിട്ട് അവനെ തെളിയിച്ചു കൊടുത്തു. And after he understood, in verses 27, when he was disposed to pass into Achaia, or that's back into Corinth, the brethren wrote exhorting the disciples to receive him, who when he was come helped them much who had believed through grace. 27-ാമത്തെ വാക്യം പറയുന്നു, അവൻ അഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. Corinth was the region of Achaia. കൊരിന്ത് എന്ന് പറയുന്ന അഖായയുടെ ഭാഗമായിരുന്നു. So here we see Aquila and Priscilla send Apollos to the church at Corinth. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അക്വിലയും പ്രിസ്കില്ലയും അവർ ഈ അപ്പൊല്ലോസിനെ അഖായിലുള്ള കൊരിന്തിലേക്ക് അയക്കുകയാണ്. And it says he helped them much. അവരെ വലിയ രീതിയിൽ സഹായിച്ചു എന്ന് പറയുകയാണ്. Verse 28, he mightily convinced the Jews, and that too publicly, showing by the scriptures that Jesus was Christ. 28-ാമത്തെ വാക്യം പറയുന്നു, യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. I can imagine what happened in the church at Corinth. എനിക്ക് ചിന്തിക്കുവാൻ കഴിയും കൊരിന്ത് സഭയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. The old apostle Paul had been teaching them. Paul was probably known to be not a very great preacher. പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉപദേശിക്കുകയായിരുന്നു. താൻ ചിലപ്പോൾ ഒരു വലിയ പ്രസംഗകനായിട്ടൊന്നും അറിയപ്പെട്ടുണ്ടാകില്ല. Because we know that Eutychus fell off the window listening to Paul. കാരണം നമുക്കറിയാം പൗലോസ് അപ്പോസ്തലനെ ശ്രദ്ധിച്ച യൂട്ടിക്കോസ് ആ ജനലിന് താഴെ വീഴുകയാണ്. But after Paul leaves, this man called Apollos comes from nowhere. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അവിടുന്ന് പോയതിനു ശേഷം എവിടുന്നുമില്ലാതെ ഈ അപ്പൊല്ലോസ് എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വരികയാണ്. And Apollos is captivating. അപ്പൊല്ലോസ് ആണെങ്കിൽ മറ്റുള്ളവരെ വളരെ രീതിയിൽ ആകൃഷ്ടരാക്കുന്ന വ്യക്തിയാണ്. He's passionate. താൻ വലിയ എരിവുള്ളവനാകും. He knows the scriptures. തനിക്ക് തിരുവെഴുത്തുകളിൽ സാമർഥ്യമുണ്ട്. And the church was so wowed by Apollos. സഭയാണെങ്കിൽ അപ്പൊല്ലോസിനെ കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. And God divided. അവിടെ അതിനുശേഷം ഭിന്നത വരികയാണ്. The church lost focus. സഭയ്ക്ക് അവരുടേതായിട്ടുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു. They started saying, I'm still following Paul. അവർ പറയാൻ തുടങ്ങി, ഞാൻ ഇപ്പോഴും പൗലോസ് അപ്പോസ്തലന്റെ കൂടെയാണ്. Well, some others say, no, Apollos is better. ചിലർ പറയാൻ തുടങ്ങി, അപ്പൊല്ലോസ് ആണ് മികച്ചവൻ. Maybe some who came from Jerusalem said, we still follow Peter. എന്നാൽ യെരുശലേമിൽ നിന്ന് വന്ന ആരെങ്കിലും ആണെങ്കിൽ അവർ പറയുമായിരിക്കാം, ഞങ്ങൾ ഇപ്പോഴും പത്രോസിന്റെ കൂടെയാണ്. And some few of them would say, we follow Jesus. എന്നാൽ ചിലർ പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂടെയാണ്. So the whole church at Corinth got divided. അപ്പോൾ ഈ കാരണത്താൽ കൊരിന്ത് സഭ അവിടെ ഭിന്നതയിലൂടെ കടന്നു പോകും. And Paul is thinking, what is
wrong with them? പൗലോസ് അപ്പോസ്തലൻ ചിന്തിക്കുകയാണ് ഇവർക്ക് എന്ത് കുഴപ്പമാണ്. He's like, I plant, Apollos waters. അദ്ദേഹം പറയുകയാണ് ഞാൻ നട്ടു അപ്പൊല്ലോസ് നനച്ചു. We are all working for the same king. നാം ഒരേ രാജാവിന് വേണ്ടി തന്നെ നാം ജോലി ചെയ്യുന്നു. The church must not lose focus സഭയ്ക്ക് ഒരിക്കലും അതിന്റെ ദർശനമോ അല്ലെങ്കിൽ ശ്രദ്ധയോ നഷ്ടപ്പെടാൻ പാടുകയില്ല. by allowing divisions to come between them. തമ്മിൽ ഭിന്നത ഉണ്ടായിക്കൊണ്ട് നാം ഒരിക്കലും സഭയുടേതായിട്ടുള്ള ആ ശ്രദ്ധ മാറാൻ അനുവദിക്കരുത്. So this is the backdrop for Paul to say, some of you are saying I am of Paul, some of you are saying I am of Apollos. ഇതാണ് ആ ഒരു ഭിന്നതയുടേതായിട്ടുള്ള പശ്ചാത്തലം. ചിലർ പറയുന്നത് ഞാൻ അപ്പോസ്തലനായ പൗലോസിന്റെ ആ പക്ഷക്കാരൻ, ചിലർ പറയുന്നത് ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ. How can the church of Jesus be divided? യേശുക്രിസ്തുവിന്റെ സഭയ്ക്ക് എങ്ങനെ ഇങ്ങനെ ഭിന്നിക്കുവാൻ കഴിയും? Did we die for you? ഞങ്ങൾ നിനക്ക് വേണ്ടി മരിച്ചോ? Were you baptized in our names? ഞങ്ങളുടെ പേരിലാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്? If Jesus died for you and you were baptized in his name, stay true to him. യേശുക്രിസ്തു മരിച്ച യേശുക്രിസ്തുവിന്റെ പേരിൽ നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. And then we see the next many verses, 17 right up to the end of I don't know if any of you have ever wondered why Paul suddenly jumps from divisions into talking about preaching of the gospel, not with the wisdom of words, not with eloquence, but by the demonstration of the Holy Spirit. അതിനുശേഷം നമുക്ക് അല്പവാക്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയുകയില്ല. പെട്ടെന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് പരിശുദ്ധാത്മാവിൽ നാം ശുശ്രൂഷിക്കേണ്ടതാകുന്നു, അല്ലാതെ വാഗ്വൈഭവം കൊണ്ടല്ല എന്നെല്ലാം പെട്ടെന്ന് അവിടെ നിന്ന് വിഷയം മാറ്റുകയാണ്. For in verse 17, Christ sent me not to baptize, but to preach the gospel, not with wisdom of words, lest the cross of Christ should be made of no effect. Verse 17. 17, yeah. For Christ sent me not to baptize, but to preach the gospel, not using big words. 17ാമത്തെ വാക്യം പറയുന്നത് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 17ാം വാക്യം പറയുന്നത് സ്നാനം കഴിപ്പാനല്ല സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്, ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. And he goes on to talk about, it's not about the wisdom, it's not about how smart you are, it's not about the words that you use. The cross and the gospel is the power of God. അദ്ദേഹം വീണ്ടും തുടർച്ചയായി പറയുകയാകുന്നു ഈ ജ്ഞാനമൊന്നുമല്ല കാര്യം, ഈ വാഗ്വൈഭവം ഒന്നുമല്ല കാര്യം, എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശാകുന്നു പ്രധാന കാര്യം എന്ന് പറയുകയാണ്. Because he probably knew that the church was talking about, look at the words that Apollos uses. താൻ ഒരുപക്ഷെ ചിന്തിച്ചുണ്ടാകാം സഭ ഇങ്ങനെ പറയുകയാകുന്നു, അപ്പൊല്ലോസ് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചാട്ടെ. Look at how he argues with the Jews. യഹൂദന്മാരുമായിട്ട് താൻ എപ്രകാരം വാഗ്വാദത്തിലായി അവരെ ഖണ്ഡിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. Paul is bringing them back to focus. പൗലോസ് അപ്പോസ്തലൻ അവരെ തിരിച്ച് ദൈവത്തിന്റെ യഥാർത്ഥ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. The power of God is not in eloquent words. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വാക്ചാതുര്യത്തിലല്ല. The power of God is not in the wisdom of man. ദൈവത്തിൻ്റെതായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജ്ഞാനത്തിലുമല്ല. Some people have been given a gift. ചില വ്യക്തികൾക്ക് ഒരു വരമുണ്ട്. There are many other eloquent orators around the world. ലോകമെമ്പാടും വളരെ നന്നായിട്ട് പ്രസംഗിക്കുവാൻ കഴിയുന്ന വ്യക്തികളുണ്ട്. But the gospel is not dependent on the words that are being used. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന വാക്കുകളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. The gospel story is the power of God, whatever words you use to say it in. സുവിശേഷത്തിൻ്റെതായിട്ടുള്ള കഥ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ശക്തിയാകുന്നു, ഏത് വാക്കുകൾ ഉപയോഗിച്ചാലും ശരി. Jesus came, Jesus died, he died for our sins, he rose again. All who believe in him will have eternal life. യേശുക്രിസ്തു വന്നു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകും. That gospel is the power of God. ഈ സുവിശേഷമാകുന്നു ദൈവത്തിന്റെ ശക്തി. He goes on in that whole, I'm just going to skip that to get into what I really want to talk about. Chapter 2 verses 6. 2-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 6-ാമത്തെ വാക്യം. Please go ahead and go back home, read 1 Corinthians 1. You can really feel Apostle Paul trying to convince the church not to just go after things of the outside. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 2-ാം അധ്യായം നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചാട്ടെ. അവിടെ കാണുവാൻ കഴിയുന്നു പൗലോസ് അപ്പോസ്തലൻ എപ്രകാരം ബാഹ്യമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കരുത് എന്ന് പറയുവാൻ സഭയെ മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. So though he says words don't matter, it's the gospel which is God's power. അദ്ദേഹം പറയുകയാകുന്നു ഈ വാക്കുകളിലൊന്നുമല്ല കാര്യം, എന്നാൽ ദൈവത്തിന്റെ സുവിശേഷത്തിലാകുന്നു ദൈവത്തിന്റെ ശക്തി. In chapter 2 verses 6 he says,
but we speak wisdom among them that are perfect. എന്നാൽ ആറാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ, രണ്ടാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുകയാണ്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. Or those who are mature. പക്വതയുള്ളവരുടെ ഇടയിൽ. Yet not the wisdom of this world, nor of the princes of this world that come to nothing. എങ്കിലും ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. So he's saying, when we are preaching the gospel, we don't have to trust in our words, but there is another place where we use wisdom, the wisdom that comes from God. അദ്ദേഹം പറയുകയാകുന്നു, ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നാം ഈ ജ്ഞാനത്തിലൊന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല, എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളുണ്ട്, അവിടെ ആകുമ്പോൾ നാം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നാം പ്രസംഗിക്കേണ്ടതാണ്. And what is this wisdom? ഈ ജ്ഞാനം എന്താകുന്നു? This is the wisdom of God. ഇത് ദൈവത്തിന്റെ ജ്ഞാനമത്രേ. This is a hidden wisdom. ഇത് മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനമത്രേ. And this is the wisdom that God releases and gives to his church. അത് ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ജ്ഞാനമാകുന്നു. The most intelligent princes of the world, they can't get this wisdom. വളരെ ബുദ്ധിയുള്ള ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് ഈ ജ്ഞാനം ലഭിച്ചിട്ടില്ല. The highest, the most learned, they can't understand this wisdom. ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള വ്യക്തികൾക്ക്, ഈ ലോകത്തിലുള്ളവർക്ക്, അവർക്ക് ഈ ജ്ഞാനം ലഭിച്ചിട്ടില്ല. It is only for the church. അത് സഭയ്ക്ക് മാത്രമുള്ളതാണ്. It is a hidden wisdom. അത് മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ It ജ്ഞാനമാണ്. is a hidden mystery. അത് ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന മർമ്മമാകുന്നു. But there are some people that get to experience that wisdom. എന്നാൽ ചില വ്യക്തികൾക്ക് ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനത്തെ മനസ്സിലാക്കുവാൻ കഴിയും. Verses 9, this is a famous verse that we often use as we pray or as we encourage people. Eye has not seen, nor ear heard, neither have entered into the heart of man the things which God has prepared for them that love him. നാം പ്രാർത്ഥിക്കുമ്പോഴും നാം എല്ലാം വളരെ പരിചിതമായിട്ട് നാം കേൾക്കുന്ന ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വാക്യമാകുന്നു 9-ാമത്തെ വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. But God has revealed them to us by his spirit. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. For the spirit searches all things, yea, the deep things of God. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായും. Paul is saying there is another mystery, there is another wisdom that is available for the church. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മറ്റൊരു മർമ്മമുണ്ട്, മറ്റൊരു ജ്ഞാനമുണ്ട് സഭയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. Eye has not seen it, ear has not heard it. അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല. We cannot understand it with the natural mind. അത് നമ്മുടെ സാധാരണ രീതിയിലുള്ള മനസ്സുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനും But it is കഴിയില്ല. revealed to the church through the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ അത് ദൈവം സഭയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. The Holy Spirit searches all things. പരിശുദ്ധാത്മാവ് സകലതും ശോധന ചെയ്യുന്നു. He searches the deepest things of God. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. He sees all eternity. പരിശുദ്ധാത്മാവ് നിത്യതയോളം കാണുന്നു. He knows the plans and purposes of God for every one of us. ഓരോ വ്യക്തികളെ കുറിച്ചുമുള്ള നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സകല പദ്ധതികളും പരിശുദ്ധാത്മാവ് അറിയുന്നു. Because the word says that no one knows the things of a man except the spirit of a man. The same way, no one knows the things of God except the spirit of God. അടുത്ത വാക്യങ്ങൾ പറയുന്നത്, മനുഷ്യനിലുള്ളത് അവനിലെ മാനുഷാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും, അവണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. And this next verse, verses 12, is what I want us to have our hearts open to listen. Now we have received not the spirit of the world, but the spirit which is of God, that we might know the things that are freely given to us by God. അടുത്ത വാക്യം നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിക്കാം. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. God has freely made available so much for his church. തന്റെ സഭയ്ക്ക് ദൈവം സൗജന്യമായി വളരെ അധികം കാര്യങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നു. But the church is unable to receive it or know it or access it. എന്നാൽ സഭ പലപ്പോഴും അത് ലഭിക്കുവാൻ അല്ലെങ്കിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത രീതിയിലായിരിക്കുന്നു. The only way that we will understand those things is when the Holy Spirit reveals it to us. അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഏക ഉപാധി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമാകും. And it says that he's given so that we can know the things freely given
to us by God. ഇവിടെ ആ വാക്യം പറയുന്നത് ദൈവം നമുക്ക് സൗജന്യമായി തന്നിരിക്കുന്നതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. You know, when there is a sale happening, the words sale or free, usually free will be the biggest in red or standing out. പലപ്പോഴും ചില സ്ഥലങ്ങളിൽ വിൽപ്പനകൾ നടക്കുമ്പോൾ സൗജന്യം എന്നുള്ള ആ വാക്കാണ് ഏറ്റവും വലിയതായിട്ട് കാണുന്നത്. And how many of us will be driving by a road or walking past a shop and free we will see and we will turn. എത്ര പേര് നാം അപ്രകാരം അതിലെ ആ വഴിയിലൂടെ ഓടിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ സൗജന്യം എന്ന് കാണുമ്പോൾ നാം പെട്ടെന്ന് അങ്ങോട്ട് കയറുകയാണ്. Because everyone would like to have something that's being given freely. കാരണം എല്ലാവർക്കും സൗജന്യമായിട്ട് ഈ കാര്യങ്ങൾ ലഭിക്കുന്നത് ഇഷ്ടമാണ്. God has given much freely to the church. ദൈവം സഭയ്ക്ക് ഇതെല്ലാം സൗജന്യമായി നൽകിയിരിക്കുന്നു. God has given much freely to every single believer. ഓരോ വിശ്വാസിക്കും ദൈവം സൗജന്യമായി എത്രയോ അധികമായുള്ളത് നൽകിയിരിക്കുന്നു. But the Holy Spirit is needed if we are to know the things freely given to us by God. എന്നാൽ ദൈവത്താൽ നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രാപിക്കുവാൻ കഴിയുന്നതായുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായേ മതിയാകും. When I camped on this verse, I was telling the Lord, Lord, I don't want to live a life that does not experience the things you have given for me freely. ഞാൻ ഈ വചനത്തിൽ അധികമായി ധ്യാനിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയുകയായിരുന്നു, കർത്താവേ, അങ്ങ് എനിക്ക് നൽകിയതായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെയുള്ള ജീവിതം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. Amen. That's living a life under the provision that God has for us. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ആ കരുതൽ അതിനെ ഒന്നും അനുഭവിക്കാതെ ജീവിക്കുന്ന അവസരമാകും. There is a certain kind of person that can understand the things of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്ന ഒരു പ്രത്യേക തരം വ്യക്തിയുണ്ട്. Verses 14 says, but the natural man receives not the things of the Spirit of God. 14-ാമത്തെ വാക്യം പറയുന്നത്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. For they are foolishness to him. അത് അവന് ഭോഷത്വമാകുന്നു. He cannot understand them. അവനത് മനസ്സിലാകുന്നില്ല. Because they are spiritually discerned. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. The natural man is the man who thinks that life is only on this world. പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ഇപ്രകാരം ചിന്തിക്കുന്നു, ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ജീവിതം. He lives as if there is nothing beyond this life. ഈ ജീവിതത്തിന് അപ്പുറമായിട്ട് ഇനി ഒന്നുമില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവനാകുന്നു അവൻ. This kind of man can never get in and access the things freely given by God. അങ്ങനെയുള്ള വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് സൗജന്യമായി ലഭിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. Not only can he not receive, he cannot even understand what it is because it is spiritually discerned. അവന് പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അവനത് ഗ്രഹിക്കുവാൻ പോലും കഴിയുകയില്ല. കാരണം അവന് ആത്മീകമായിട്ട് അത് വിവേചിക്കുവാൻ കഴിയുന്നില്ല. He's not interested in it. അവൻ ഈ കാര്യങ്ങളിൽ താല്പര്യനുമല്ല. He does not value it. ആ വ്യക്തിക്ക് ഇതിൽ വലിയൊരു മൂല്യവും കാണുവാൻ കഴിയുന്നില്ല. Because if you need to value it, you need the Holy Spirit. കാരണം അതിനെ വിലമതിക്കണമെന്ന് അല്ലെങ്കിൽ അതിനെ വില കൽപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ചിന്തിക്കണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവ് കൂടിയേ മതിയാകൂ. There are so many of us that are natural men and women in the church. നമ്മിൽ പലരും സഭയിലാകുന്നുവെങ്കിലും പ്രാകൃത മനുഷ്യരായിരിക്കുന്ന അനേകരുണ്ട്. We are all on that journey to grow to be like Jesus. നാം എല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ ആകുവാനുള്ള യാത്രയിലാകും. But the natural mind is there in all of us. എന്നാൽ ആ പ്രാകൃത മനുഷ്യന്റെ മനസ്സ് എല്ലാവരിലുമുണ്ട്. And we have to learn to tame it. We have to learn to submit it to the mind of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന് ആ പ്രാകൃത മനുഷ്യനെ അല്ലെങ്കിൽ പ്രാകൃത മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ നാം പരിശീലിക്കേണ്ടതാകുന്നു. It's this room that is filled with the free things that God has given us. ദൈവം ഒരു മുറി നിറയെ സൗജന്യമായിട്ട് അനേക കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. But I have to learn to walk with the Holy Spirit if I have to access that room. എന്നാൽ ആ മുറിയിലേക്ക് ഞാൻ പ്രവേശിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കുവാൻ ഞാൻ പഠിക്കണം. I can't bypass the Holy Spirit and get into that room. പരിശുദ്ധാത്മാവിനെ മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് ആ മുറിയിലേക്ക് പ്രവേശിക്കുവാൻ I have to കഴിയുകയില്ല. learn what it is to have a relationship with Him. ദൈവവുമായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം എന്തെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. And I keep telling the Lord, the most amazing gift that you can give us has been the Holy Spirit. ഞാൻ ദൈവത്തോട് പറയുകയുണ്ടായിരുന്നു, അതായത് കർത്താവേ, ഞങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. Which is why when Jesus said and he left to the Father, he said, wait till the gift of the Father comes. അതുകൊണ്ടാകുന്നു യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, പിതാവിന്റെ ദാനം നിങ്ങളുടെ മേൽ വരുന്നതുവരെയും നിങ്ങൾ കാത്തിരിപ്പിൻ. I know you may be praying for many things. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പല കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുമായിരിക്കും. Some of you, it may be financial challenges, it may be work or family or relationship challenges.
challenges. ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള വിടുതലായിരിക്കാം, ചിലർക്ക് കുടുംബത്തിലുള്ളതായിട്ടുള്ള വിടുതലായിരിക്കാം. But the greatest gift the Father could give us is the person of the Holy Spirit. എന്നാൽ പിതാവിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. In Him we have the solution and the answer to everything we are going through. നാം കടന്നു പോകുന്ന സകല പ്രശ്നങ്ങളുടെയും പരിഹാരം പരിശുദ്ധാത്മാവിലുണ്ട്. In Him we find the fulfillment of the Christian life. നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെതായിട്ടുള്ള സംതൃപ്തി, നിവൃത്തി അതെല്ലാം നാം കണ്ടുമുട്ടുന്നത് പരിശുദ്ധാത്മാവിലാകും. No, He is not Santa Claus. പരിശുദ്ധാത്മാവ് സാന്റാക്ലോസ് അല്ല. He will not give us everything we ask for. നാം ചോദിക്കുന്നതെല്ലാം നൽകുന്ന പരിശുദ്ധാത്മാവ് അല്ല ഈ But He is പരിശുദ്ധാത്മാവ്. the most amazing person and friend. എന്നാൽ ഏറ്റവും മികച്ചതായിട്ടുള്ള വ്യക്തിയും ഏറ്റവും നല്ല സുഹൃത്തുമാകുന്നു. To walk with Him we need to know who He is. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ പരിശുദ്ധാത്മാവ് ആരെന്ന് നാം അറിയണം. We need to know that He is God and He is good. പരിശുദ്ധാത്മാവ് നല്ലവനെന്നും പരിശുദ്ധാത്മാവ് ദൈവമെന്നും നാം തിരിച്ചറിയണം. To walk with Him, we need to know that there is no way that He can live inside me if it wasn't for the cross of Jesus. പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരമല്ല എങ്കിൽ പരിശുദ്ധാത്മാവിന് ഒരിക്കലും എന്റെ അകത്ത് വസിപ്പാൻ കഴിയുകയില്ല. That just having Him inside of us is such an honor and a privilege. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് നമുക്ക് ആയിരിക്കാൻ ആവസിപ്പിക്കുവാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ ഒരു അവകാശവും വലിയ അഭിമാനവുമാകുന്നു. As if eternal life was not enough, Jesus allows us to be the dwelling place of the Holy Spirit as well. നിത്യജീവൻ നമുക്ക് നൽകുന്നു. അത് പോരാഞ്ഞിട്ട് തന്നെ യേശുക്രിസ്തു ദൈവത്തിൻ്റെതായിട്ടുള്ള വാസസ്ഥലമാകുവാനുള്ള അവസരം നമുക്ക് നൽകിയിരിക്കുന്നു. Our potential exponentially increases when we walk with the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ട് നാം നടക്കുമ്പോൾ നമ്മുടെ സാധ്യതകൾ എത്രയോ അധികമായി വർദ്ധിക്കുന്നു. You know, we look at ourselves as this the way we are. നാം പലപ്പോഴും നാം ആയിരിക്കുന്നത് പോലെ നമ്മെ കാണുന്നു. We look at our strengths and our weaknesses. നമ്മുടെ ശക്തികളും നമ്മുടെ ബലഹീനതകളും നാം നോക്കുന്നു. But when the Holy Spirit comes into the equation, the whole picture changes. എന്നാൽ പരിശുദ്ധാത്മാവ് ആ രംഗത്തേക്ക് വരുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും വലിയ മാറ്റം സംഭവിക്കുന്നു. Whatever my strength and weaknesses, when He comes into the equation, He brings in everything that He is with Him. എന്റെ ശക്തിയും ബലഹീനതയും എന്തൊക്കെയാണെങ്കിലും ശരി, പരിശുദ്ധാത്മാവ് എന്നോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടുത്തെ ആ രംഗത്തെ തന്നെ മാറ്റുന്നു. So then there is no argument to say, Lord, I can't do this. അപ്പോൾ പിന്നെ കർത്താവേ എനിക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള യാതൊരു തർക്കവുമില്ല. Lately I have been just growing in that revelation and understanding. ഈ അടുത്ത ഞാൻ ഈ ഒരു വെളിപ്പാടിൽ വളരുകയായിരുന്നു. Where I am tempted in so many places to say, Lord, I can't do that. അനേക മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഞാൻ ഇങ്ങനെ താല്പര്യപ്പെടുകയാണെങ്കിൽ തോന്നുകയാണ്, കർത്താവേ എനിക്കിത് കഴിയുകയില്ലെന്ന് പറയാം. And then I remind myself who is with me. പിന്നെ ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുവാൻ തുടങ്ങി ആരെന്റെ കൂടെ ഉണ്ടെന്നുള്ളത്, who is inside of me. എന്റെ അകത്ത് ആരുണ്ടെന്നുള്ളത്. When He is there, then all of the arguments fall to the ground. പരിശുദ്ധാത്മാവ് എന്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്റെ എല്ലാ വാദങ്ങളും അത് താഴെ പോവുകയാണ്. If He created the whole universe and He can live inside of me, then what can I say is impossible? പരിശുദ്ധാത്മാവിന് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച എന്റെ അകത്ത് വസിക്കാമെങ്കിൽ പിന്നെ എന്ത് കഴിയുകയില്ലെന്നാണ് ഞാൻ പറയുന്നത്. 2 Corinthians 4:7, you don't have to turn there, but says that we have this treasure in jars of clay. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 7-ാമത്തെ വാക്യം പറയുന്നു, ഈ നിക്ഷേപത്തെ മൺപാത്രങ്ങളിൽ ദൈവമാക്കിയിരിക്കുന്നു, അത് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതാണ്. We have this great gift inside of us. On the outside it just looks like an ordinary jar of clay, but inside it's worth the universe. ഈ വലിയ ദാനം അത് മൺപാത്രങ്ങൾ, പുറത്തത് മൺപാത്രങ്ങളെ പോലെ ആയിരിക്കുന്നു, എന്നാൽ അതിന്റെ വില എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെക്കാൾ എത്രയോ ആകുന്നു. What are the things freely given to us of God? എന്തൊക്കെയാണ് ദൈവം നമുക്ക് സൗജന്യമായി തന്നിരിക്കുന്നത്? Again, Romans 8:32 also says, He who did not spare His own Son, but gave Him up for us all, how will He not with Him also freely give us all things? റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? What have we got freely from the Lord? ദൈവത്തിൽ നിന്ന് സൗജന്യമായി നമുക്ക് എന്ത് ലഭിച്ചു? Do we realize it? Do we live in the revelation of it? നാം ഈ വെളിപ്പാടിൽ നാം ജീവിക്കുന്നുവോ?
we've received the free gift of righteousness. നാം നീതിയുടേതായിട്ടുള്ള സൗജന്യമായുള്ള ദാനം നമുക്ക് Where it ലഭിച്ചിരിക്കുന്നു. doesn't matter how great my sins of the past have been, today I get the free gift of righteousness. എന്റെ പാപങ്ങൾ എന്റെ കഴിഞ്ഞ കാലത്ത് എത്രമാത്രം കഠിനമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും സൗജന്യമായിട്ട് ദൈവം എനിക്ക് നൽകുന്നത് ദൈവത്തിന്റെ നീതിയാകും. I have the free gift of no condemnation. എനിക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ള സൗജന്യമായിട്ടുള്ള ദാനം എനിക്കുണ്ട്. I don't have to pay money for it. അതിനായിട്ട് ഞാൻ ഒരു വിലയും നൽകേണ്ട. How much could I pay for having no condemnation? കുറ്റം ശിക്ഷാവിധി ഇല്ലാതിരിക്കാനായിട്ട് എനിക്ക് എത്ര നൽകാൻ തന്നെ കഴിയും? It's a free gift. അത് സൗജന്യമായുള്ള ദാനമാണ്. I have fellowship with God the Father, God the Son, and God the Holy Spirit. പിതാവായ ദൈവം, പുത്രനാകുന്ന യേശുക്രിസ്തു, പരിശുദ്ധാത്മാവാകുന്ന ദൈവം, ഇവരോടുകൂടെ എനിക്ക് കൂട്ടായ്മയുണ്ട്. Free gift. അത് സൗജന്യദാനമാകും. I could never earn it. എനിക്ക് ഒരിക്കലും അത് പ്രാപിക്കുവാൻ കഴിയുകയില്ല. None of us could ever earn it. നമുക്ക് ആർക്കും സ്വന്തം ശക്തിയാൽ അത് പ്രാപിക്കുവാൻ കഴിയുകയില്ല. It's a free gift. We get to talk with Him. നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് സൗജന്യദാനമാകും. We get to walk with Him. നമുക്ക് ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിയുന്നു. Access into the presence of God anytime. ഏതു സമയത്തും ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നു. I may have to pay thousands of rupees or dollars to get to see a famous person, but I can access the throne room of God anytime. ഒരു പ്രസിദ്ധനായിരിക്കുന്ന വ്യക്തിയെ കാണണമെങ്കിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ഡോളറുകൾ ഞാൻ മുടക്കേണ്ടി വരുമായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് എത്തിപ്പെടുവാൻ എനിക്ക് ഏത് സമയം ഇന്ന് അനുവാദമുണ്ട്. I have the free gift of the victory over sin. എനിക്ക് പാപത്തിന് മേൽ ജയത്തിൻ്റെതായിട്ടുള്ള ആ സൗജന്യ ദാനമുണ്ട്. The free gift of freedom from Satan. പിശാചിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ള സൗജന്യ ദാനമുണ്ട്. The free gift of abundant grace for every situation of my life. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിനും ആവശ്യമായിരിക്കുന്ന അധികമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ദൈവകൃപ. I have the free gift of the world's most amazing counselor. ലോകത്തിന്റെ ഏറ്റവും മികച്ച ജ്ഞാനിയുടേതായിട്ടുള്ള ഉപദേശം അത് സൗജന്യമായിട്ട് എനിക്ക് Today ലഭിക്കുകയാണ്. counseling is very expensive. ഇന്നത്തെ കാലത്ത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ വിലയുള്ള ഒരു കാര്യമാണ്. Lay your hand on your heart. നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങളുടെ കരം വെച്ചാട്ടെ. I have the best counselor in the world. നിങ്ങൾ പറഞ്ഞാട്ടെ, ഈ ലോകത്തിലെ ഏറ്റവും മികച്ച കൗൺസിലർ എന്റെ കൂടെ He's ഉണ്ട്. living inside of me. അദ്ദേഹം എന്റെ അകത്ത് വസിക്കുന്നു. And it's free. അത് സൗജന്യവുമാണ്. I have 24/7 comforter. 24 മണിക്കൂറും എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. And the greatest comforter in the whole universe. ഈ ലോകത്തിലെ തന്നെ, ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ ആശ്വാസകൻ. People take so many lessons and have to learn about how to listen well and how to comfort people and counsel people. വ്യക്തികൾ എത്രയോ പാഠങ്ങൾ സമയമെടുത്ത് പഠിക്കുകയാണ്. എങ്ങനെ നന്നായിട്ട് ശ്രദ്ധിക്കണം, എങ്ങനെ നന്നായിട്ട് കൗൺസിലിംഗ് ചെയ്യണം, ആൾക്കാരെ ആശ്വസിപ്പിക്കണം എന്നുള്ളതെല്ലാം. You and I in the church have the greatest comforter with എന്നാൽ us. എനിക്കും നിങ്ങൾക്കും സഭയ്ക്കും ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ കൗൺസിലറിനെ, ആശ്വാസകനെ നമുക്കുണ്ട്. We have the greatest guide and the greatest teacher with us. ഏറ്റവും വലിയ ഉപദേശകനും ഏറ്റവും വലിയ മാർഗദർശിയും നമുക്കുണ്ട്. And apart from all this, we have the free gift of eternal life. എല്ലാറ്റിലും ഉപരിയായിട്ട് നിത്യജീവൻ എന്നുള്ള സൗജന്യദാനവും നമുക്കുണ്ട്. We the church have to see ourselves differently. സഭ നമ്മെ തന്നെ വ്യത്യസ്തമായി കണ്ടേ മതിയാകും. We can't see ourselves with our natural eyes. പ്രാകൃതമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് നമ്മെ കണ്ടാൽ പോരാ. We have to see ourselves according to the one who is living inside of us. നമ്മുടെ അകത്ത് വസിക്കുന്നവന്റെ അനുസരിച്ച് അതുപോലെ നാം നമ്മെ കാണേണ്ടതാകും. Our prayers may seem very small. നമ്മുടെ പ്രാർത്ഥനകൾ ഒരുപക്ഷെ വളരെ ചെറുതെന്ന് തോന്നിയേക്കാം. How can this prayer change a nation? ഈ പ്രാർത്ഥന എങ്ങനെ ദേശങ്ങളെ മാറ്റും? If we think that, we will never pray. നാം അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും നാം We പ്രാർത്ഥിക്കുകയില്ല. need to see the one who stands with us as we pray. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മോടുകൂടെ ചേർന്ന് നിൽക്കുന്നത് ആരെന്ന് നാം കാണുകയാണ് We need to വേണ്ടത്. see the Holy Spirit as standing with us and saying, you pray and I will work. പരിശുദ്ധാത്മാവ് എന്നോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുക, ഞാൻ പ്രവർത്തിക്കാമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് നാം കാണേണ്ടതുണ്ട്. We have to, we must stop looking outside for everything that we need. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കെല്ലാം നാം പുറത്തേക്ക് നോക്കുന്ന പ്രവണത നാം അവസാനിപ്പിക്കണം. We have to know who's inside. നമ്മുടെ അകത്ത് ആരുണ്ടെന്ന് നാം We മനസ്സിലാക്കണം. must first go to Him. നാം ആദ്യം അവന്റെ അടുക്കിലേക്ക് പോകണം. Yes, there will be times we will need help from people outside. തീർച്ചയായിട്ടും പുറത്തുള്ള വ്യക്തികളിൽ നിന്ന് സഹായം ആവശ്യമാകുന്ന സമയം വരാം. And the Holy Spirit will guide us to those people. അതിനായിട്ട് ആ വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ അയക്കുകയും But ചെയ്യാം. He should be 911. എന്നാൽ പരിശുദ്ധാത്മാവായിരിക്കണം നമ്മുടെ
അടിയന്തര ഘട്ടങ്ങളിൽ വിളിക്കുന്ന ആ 911 നമ്പർ, when we struggle with something, he must be our first go-to person. നാം പ്രയാസപ്പെടുമ്പോൾ നാം ആദ്യം ചെല്ലുന്നത് ദൈവസാന്നിധ്യത്തിലേക്കായിരിക്കണം. We cannot live as paupers in the church. നാം ഒരിക്കലും സഭയിൽ ദരിദ്രരായി ജീവിക്കരുത്. When we have this great person of the Holy Spirit with us, പരിശുദ്ധാത്മാവാകുന്ന ഈ വലിയ വ്യക്തി നമ്മുടെ അകത്തുള്ളപ്പോൾ he must be honored and worshipped in the church. പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയിൽ ബഹുമാനിക്കപ്പെടണം. And we must look at him and do every day. പരിശുദ്ധാത്മാവിനെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും നാം ജീവിക്കണം. Not our own strengths and weaknesses. നമ്മുടെ സ്വന്തം ബലത്തിലും ശക്തിയിലുമല്ല. On our own strength we are bound to fail. നമ്മുടെ സ്വന്തം ശക്തിയിൽ നാം പരാജയപ്പെടും. I don't even have to try, I know I will fail. എനിക്കത് ശ്രമിക്കുക പോലും വേണ്ട, അത് ഉറപ്പാണ് ഞാൻ But പരാജയപ്പെടും. when the greater one is inside of me, എന്നാൽ ആ വലിയ ദൈവം എന്റെ അകത്തുള്ളപ്പോൾ then he says nothing is impossible. ദൈവം പറയുന്നത് നമുക്ക് അസാധ്യമായ ഒന്നുമില്ല. We live by changing our focus from ourselves and putting it on the God who is within us. നമ്മിൽ നിന്ന് മാറ്റി നമ്മുടെ അകത്തുള്ള ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റണം. Apostle Paul wanted the church of Corinth to understand they didn't need to go after Paul, go after Apollos, go after Peter. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം ഈ ശ്രദ്ധയെ മാറ്റുവാനായിട്ട് ശ്രമിക്കുകയാണ് കൊരിന്ത് സഭയുടേത്. അതായത് തന്റെ പുറകെ അല്ല, അപ്പോസ്തലനായിട്ടുള്ള അല്ലെങ്കിൽ അപ്പൊല്ലോസിന്റെ പുറകെ അല്ല ഓടേണ്ടത്. He says, I wish you would know who is inside of you. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ അകത്ത് ആരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, And he will show you what all God has freely given to you. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ദൈവം സൗജന്യമായി നിങ്ങൾക്ക് എന്തെല്ലാം തന്നിരിക്കുന്നു എന്നുള്ളത്. Father, this evening we want to pray as a church. പിതാവേ, ഈ സന്ധ്യാസമയം ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. Lord, open our eyes to a new relationship with the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ട് ഒരു പുതിയ നിലവാരത്തിലുള്ള വ്യക്തിബന്ധത്തിനായി ഞങ്ങളെ സഹായിക്കണം. Lord, there are so many places we feel weak. ഞങ്ങൾക്ക് അനേക മണ്ഡലങ്ങളിൽ ബലഹീനത ഞങ്ങൾ കരുതുന്നു. Because we are looking at our own abilities. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കഴിവുകളിൽ നിന്ന് പലപ്പോഴും We are looking at our resources. ഞങ്ങളുടെ പക്കലുള്ളതിനെ മാത്രം ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നു. I'm not smart enough. ഞാൻ മികച്ചവനല്ല, I'm not strong enough. ഞാൻ ബലവാനല്ല, I'm not capable enough. എനിക്ക് കഴിവുകളില്ല. Lord, I pray that this evening our eyes would turn to the one who is within us. കർത്താവേ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ധ്യാസമയം ഞങ്ങളുടെ അകത്തുള്ള ആ ദൈവത്തെങ്കിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ശ്രദ്ധിക്കട്ടെ. We carry the treasure of the Holy Spirit in a jar of clay. മൺപാത്രങ്ങളിൽ പരിശുദ്ധാത്മാവാകുന്ന നിക്ഷേപത്തെ ഞങ്ങൾ വസിക്കുന്നല്ലോ, ഞങ്ങൾ വഹിക്കുന്നല്ലോ. We can't focus on the clay jar when we should focus on the one inside. ഞങ്ങളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കേണ്ടതിന് പകരം ഞങ്ങൾ ഒരിക്കലും മൺപാത്രങ്ങളിലല്ല ശ്രദ്ധിക്കേണ്ടത്. Demons tremble because they know the Holy Ghost is with us. നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് അറിയുന്നതുകൊണ്ട് പിശാച് വിറയ്ക്കുന്നു. Satan is not intimidated by seeing us. നമ്മെ കാണുമ്പോൾ പിശാച് ഭയപ്പെടുന്നില്ല. But he is afraid when he sees the Holy Spirit rise within us. എന്നാൽ നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് എഴുന്നേൽക്കുമ്പോൾ പിശാച് ഭയപ്പെടുന്നു. I pray that today the church will just get a new revelation of the one who is inside. ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ അകത്ത് ആരുണ്ട് എന്നുള്ളതിന്റെ ആ പുതിയ വെളിപ്പാട് സഭയ്ക്ക് ലഭിക്കട്ടെ. Greater is he who is in you than he who is in the world. നിങ്ങളുടെ അകത്ത് ഉള്ള ദൈവം ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. Holy Spirit, rise up within us, Lord. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ എഴുന്നേൽക്കണമേ. We honor you in this church, Lord. ഈ സഭയിൽ ഞങ്ങൾ അങ്ങേ ബഹുമാനിക്കുന്നു. You lead us, you guide us, you show us the way. അങ്ങ് ഞങ്ങളെ നയിക്കണമേ, അങ്ങ് ഞങ്ങൾക്ക് വഴി കാണിക്കണമേ, അങ്ങ് ഞങ്ങൾക്ക് മുൻപേ നടക്കണമേ. We want to run to you, Lord, in every challenge. ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങയുടെ അടുക്കിലേക്ക് ഓടി വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to take your counsel because you are the greatest counselor of all. അങ്ങ് സകലരെക്കാളും മികച്ച കൗൺസിലർ ആകിയാൽ അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. We want to submit to your will, Lord. അങ്ങയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിധേയപ്പെടുന്നു. Make us a church that is truly led by the Spirit of God. പരിശുദ്ധാത്മാവിനാൽ യഥാർത്ഥത്തിൽ നയിക്കപ്പെടുന്ന സഭയായി ഞങ്ങളെ മാറ്റണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ഹല്ലേലൂയ.